മഹത്വത്വഹങ്കാരാരിതത്വം സുവ്യക്തമായിട്ട് അറിയുന്നിതാചാര്യവാക്യാൽ ഭൂമ്യാദിബോധങ്ങളാൽ ആക്രമിച്ചിടും മാർഗം ധീമാനായി അറിഞ്ഞതിൽ വൈകാദൈവ കാരുണ്യവശാൽ ചഞ്ചലവിഹീനനായി ഏകാന്ത സംഭാവനായി ചഞ്ചലേന്ദ്രിയ പ്രിയരഹിതനായി നിത്യം ജ്ഞാനവൃദ്ധനായി അതിനിർമ്മല ഹൃദയനായി ആനന്ദനായിട്ടുള്ള യോഗിയാ മഹാപുമാൻ വിഷവ്യാപാര ധർമ്മങ്ങളോടിട ചേർന്നു വിഷയത്തിങ്കൽ വസിച്ചീടിലും ബന്ധമില്ല ദുർഗന്ധത്തോടുകൂടിയിരിക്കും വായു പിന്നെ ദുർഗന്ധം വിട്ടുപോയാൽ അതിനാൽ ബന്ധിക്കുമോ അങ്ങനെ ദേഹേന്ദ്രിയ വിഷയ വ്യാപാരേണ സംഗതനായി വസിച്ചീടിലും ബന്ധമില്ല ആത്മജ്ഞാനിയായി മഹായോഗിയായിരിക്കുന്ന ആത്മാരാമനങ്ങൊരു ബന്ധമില്ലെന്തുകൊണ്ടും ആയത് കൊണ്ടെനിക്ക് പവനൻ ഗുരുവല്ലോ മായവല്ലിയെ കേട്ടുകൊള്ളുക തരാപതേ അന്തർഭാവവും ബഹിർഭാവവും ആത്മഭാവാൽ അന്തരംഗത്തിലൊന്നായി കണ്ടു നിസ്സംഗനായി ആവരിച്ചേദ്യനായിട്ടാകാശം പോലെ വ്യാപിച്ച് അവസ്ഥാത്മാനുഭവരസികനല്ലോ യോഗി വായുനാ മേഘങ്ങളെ സഞ്ചരിപ്പിക്കും പോലെ കായാദി വിഷയങ്ങളൊക്കെയും പ്രാണനാല വ്യാപരിച്ചിടുന്നതും മേഘവായുക്കൾ രണ്ടും വ്യാപരിച്ചിടിനോരാകാശത്തിനില്ലൊരു ബന്ധം എന്നതുപോലെ ദേഹപ്രാണധർമ്മങ്ങളൊന്നും എന്നുമേ പറ്റുന്നീല പരമാത്മനി നൂനം ആകയാൽ ഒരു ഗുരു ആകാശമെന്നറിക ശോകനാശനകരമാകുമീ ദൃശം കാണ്ട ഭവാൻ ഏവമാദികളായ മായ വൈഭവ ഗുണഭാവങ്ങളറിഞ്ഞ് നിത്യാനന്ദശീലനായി കാല സൃഷ്ടികളായ പ്രകൃതി ഗുണങ്ങളാം ലീലകളോടുകൂടാതിരിക്കും ആത്മയോഗി സന്തോഷശീലനായി മധുരവാക്കുമായി സന്തതം ജനപാപസംഘാതം നശിപ്പിപ്പാൻ സർവലോകങ്ങളിലും സഞ്ചരിച്ചിടും ഭക്ത്യ ഗർവഹീനനായി സർവം ബ്രഹ്മണി ലയിപ്പിച്ച് ഈ ക്ഷണസ്പർശന കീർത്തനാദികൾ കൊണ്ട് മോക്ഷമാർഗത്തെ ചെയ്യുവാൻ വേദിനി തീർത്ഥങ്ങൾ പോൽ സർവവും സഹിച്ചതീശുദ്ധ നിർമ്മലനായിട്ടുർവിയിൽ നിർവാണാത്മരൂപനാകുന്നു യോഗി ആയതുകൊണ്ടല്ലോ തീർത്ഥഭൂമികൾ രണ്ടും എനിക്കധികം പ്രിയാചാര്യന്മാരെന്നതറിഞ്ഞാലും പിന്നെയും തപസ്സുകൊണ്ട് അഗ്നി പോലുജ്വലിച്ചു വന്നാശു സർവലോക കുഷിപാത്രവുമായി അനാദി സർവം ഭക്ഷിച്ചേകാന്തവാസനായി സർവപാപവും നശിപ്പിച്ചു താൻ വ്യക്താത്മാവായി നിർവാണസ്വരൂപനായിരിക്കും യോഗി പുമാൻ ഒരിക്കൽ തെളിഞ്ഞുടൻ മറഞ്ഞു വെണ്ണീറ്റിലങ്ങിരിക്കും അഗ്നി പോലെയിരിക്കും ആത്മയോഗി മനുഷ്യ ജനത്തിന്റെ മാനസ മലിനങ്ങൾ ഊനമാക്കിയിടും നിത്യമഗ്നി പോലെന്നറിക ത്രിഗുണോത്ഭവമായ ലോകഭസ്മത്താൽ മൂടി ത്രിഗുണനാശേ പരമാത്മാവ് ശോഭിക്കുന്നു ഈശ്വരൻ മായ കൊണ്ടി ജഗത്തെ സൃഷ്ടിച്ചുടൻ ആശ്ചര്യം ദാനം പ്രപഞ്ചാത്മകനായിട്ടിക ഇന്ധനത്തിങ്കൽ അഗ്നി പോലെയും ഇരിക്കുന്നു ബന്ധമാം ജനനാദി മരണ ശ്മശാനാന്തം ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവായി കാലരൂപനായിടുന്നതും ഈശൻ പ്രപഞ്ച സംയുക്തനായിരുന്നു കഷ്ടാഗ്നികൾ പ്രപഞ്ചനാശേ വന്നി സാക്ഷിയായി വിളങ്ങുന്നു ആകയാൽ അഗ്നി തന്നെ ഗുരു എന്നെനിക്കുക രാഗേന്ദു വൃത്തിക്ഷയ കലകൾ പോലെ നിത്യം കേവലാത്മാവാം ഈശൻ തങ്കലി ജഗത്തെല്ലാം ആവിർഭൂതമായി ക്ഷയിച്ചിടുന്നു മായാവശാൽ ചന്ദ്രനെല്ലാ ദിനത്തിങ്കലും സമവൃത്തം തന്നുടെ ശരീരത്തിനേതുവേ കുറവില്ല
ഉണ്ടെന്നു തോന്നുന്നത് സൂര്യനിൽ മറകയാൽ ഇതലില്ലതുപോലെ ആത്മാവും പ്രപഞ്ചവും. അതിനാൽ ചന്ദ്രനെന്റെ ഗുരു ഒന്നായി വന്നു മതിമാനായ നൃപനന്ദന കേൾക്ക ഭവാൻ. ഔവ്യക്ത സ്വരൂപനാം ഈശ്വരൻ കാലരൂപൻ സുവ്യക്ത പ്രപഞ്ചഭൂതമായി ചേർന്നതുകൊണ്ട് നിത്യവും അനിത്യവുമായിട്ടു കാണുന്നത് ചിത്തത്തിൽ ഓർത്തു കണ്ടാൽ അഗ്നിയിൽ ധൂമം പോലെ ആത്മാവിൽ നിന്ന് പ്രപഞ്ചോൽപത്തി ഉണ്ടാകുന്നു. ആത്മനി ഗുണാദ്ഗുണം കാലേന കാലത്തെയും ഉണ്ടാക്കി പിന്നെ അതും ഇല്ലായ്മ ചെയ്തു സാക്ഷ്യം പണ്ടു പണ്ടനാദ്യനായിടുന്നോരവിദ്യയിൽ എന്നതുപോലെ പരമാത്മയോഗിയാം പുമാൻ ഇന്ദ്രിയങ്ങളോടിട ചേർന്നും ചേരാതെ കണ്ടും ഇരുന്ന നിത്യം പിന്നെ ലോകത്തെ ചേഷ്ടിപ്പിച്ചും അരുണ കിരണ എന്നതുപോലിരിക്കുന്നു. അതുകൊണ്ട് അർക്കൻ എന്റെ ഗുരുവായിക്കൊണ്ടേനകം മായാവ്യാപാരങ്ങളെന്നെങ്കിൽ അജ്ഞാനത്താൽ സ്ഥൂല ബുദ്ധികളായ കാലവിഭ്രാന്ത ആത്മാക്കൾ ചലവേ ഭേദ ബുദ്ധി കൊണ്ടിഹ പരാത്മാനം തോയത്തിൽ കാണും പ്രതിബിംബാർക്ക രൂപം പോലെ മായാഭ്രമം കൊണ്ട് രണ്ടെന്നു ധരിക്കുന്നു. ഇങ്ങനെ ഭ്രമബുദ്ധി ചിന്തയാധീനപ്പെടും. അങ്ങനെ ബോധമില്ലാത്ത അജ്ഞന്മാർക്കബോധം പോൽ ഭ്രമിയാതിരുന്നു താനിജഗത്തിങ്കലേറ്റം. ഭൂമിയായിരുന്നു താനിജഗത്തിങ്കലേറ്റം. മമത വിട്ട് സംഘഹീനനായി കർത്താവായി ഒരു ദിക്കിലും ഒന്നും ചെയ്യാതെ വാഴുകിലും പരിധിൽ താൻ ചെയ്യുന്നിതെന്നുള്ള ദീനബുദ്ധ്യ പ്രവർത്തിക്കുന്നിതെന്നും പ്രവർത്തിക്കുന്നില്ലെന്നും നിവൃത്ത ജ്ഞാനബുദ്ധ്യ ചെയ്യണം ബുധജനം. എങ്കിലോ കബോധത്തിൻ കഥ നീ ചൊല്ലിയിടുക ശങ്കബോധനെന്ന് ചോദിച്ചു നൃപോത്തമൻ. അപ്പോഴാ യതിവരന പൃഥ്വീന്ദ്രനോട് ജൽപ്പിച്ചു കബോധമാം മാടപ്രാവന്ന പക്ഷി പല്ലവ പത്ര പുഷ്പഫലവലികളോടും ഉല്ലസിച്ചുള്ള വൃക്ഷജാല സംയുക്തവനെ ഭാര്യാങ്കബോധിയോടും നിച്ച് ഗൃഹസ്ഥനായി സ്വൈരമോട് അതിസ്നേഹ ഹൃദയബദ്ധനായി നടന ക്രീഡാസന സേനാദികളാലും പടുതയോടും കൂടി ഒന്നിച്ചു വസിക്കുന്നാൾ ജയതൻ അഭീഷ്ടങ്ങൾ അതുപോലെ തന്നെ എന്നാലായത് സാധിപ്പിച്ചു കൊടുക്കും വഴി പോലെ അങ്ങനെ കബോധം തൻ പത്നിക്കു വശനായി തിങ്ങിനോരിന്ദ്രിയ നിഗ്രഹമില്ലാതെ നിത്യം വാഴുന്നാൾ കബോധി മണ്ഡങ്ങൾ പ്രസവിച്ചിരീശന്റെ മായാരഹിതങ്ങളാൽ അണ്ടങ്ങളും വിരിഞ്ഞു പുത്രന്മാരും ഉണ്ടായതു കാലം പരിതിൽ തനുരോമ സൗന്ദര്യാദികളോടും ജനിച്ച പുത്രന്മാരിൽ വാത്സല്യം ദമ്പതിമാർക്ക് അനർഘമുണ്ടായി വന്നു. മധുര ശബ്ദങ്ങളാൽ പക്ഷരോമങ്ങളുടെ സ്പർശനങ്ങളാലും അങ്ങച്ചവക്രങ്ങൾ കൊണ്ടും നല്ല ചേഷ്ടകൾ കൊണ്ടും സന്തോഷമുണ്ടായി വന്നിതതു കാലത്തു പിന്നെ സന്തതികളിലേറ്റം സ്നേഹബദ്ധരുമായി ദമ്പതിമാരും അതിസ്നേഹ ബന്ധത്തോടുകൂടി അൻപോടെ വിഷ്ണുമായ മോഹിതരായി നിത്യം സന്തതികളെ രക്ഷിച്ചിരിക്കുന്നത് കാലം ചിന്തിച്ചു പ്രജാപരിപാലനം ചെയ്യുവാനായേ താനേ സന്തതികളെ തൻ ഗൃഹേ വസിപ്പിച്ച് താനും തൻ ഭാര്യയുമായി പോയതു വനത്തിങ്കൽ സഞ്ചരിക്കുന്ന നേരം ലുബ്ധകനെന്ന വനസഞ്ചരൻ പ്രജകളെ പിടിച്ചു കൊണ്ടുപോയാൻ ഭക്ഷണപദാർത്ഥങ്ങളൊക്കവേ സമ്പാദിച്ചു തൽക്ഷണം ഗൃഹേ വന്നു നോക്കിനാർ കബോധങ്ങൾ കണ്ടില്ല ശിശുക്കളെ. അന്നേരം അവർകളും കൊണ്ടിത മനോവ്യസനത്തോടും കൂടിത്തതാ ഹേതു പ്രലപിച്ചു കരഞ്ഞ് മായാഗുണമോഹിതബദ്ധരായി വീണു വിഭ്രമിച്ചവർ ചിന്താചഞ്ചലരായി ബോധഹീനരായവർ അന്തരായ്വത ഭവിച്ചിടിനാറല്ലോ. പിന്നെ ഭാര്യയെ നോക്കി പറഞ്ഞിടിനാൻ കബോധവും അരേ ദുർമതിയായ വാറിയാമെന്റെ കർമ്മം ഇങ്ങനെ വന്നതെന്നറിക മനോഹരേ. ഇങ്ങനെ കബോധവും കരഞ്ഞു തുടങ്ങിനാൻ ആഹാ ബാലകന്മാരെ എന്നെയും ഭാര്യയെയും ആഹന്ത വെടിഞ്ഞങ്ങു പോയിക്കൊണ്ടു നിങ്ങളിപ്പോൾ എന്നിവ പറഞ്ഞു ദുഃഖിച്ചു. തൻ പുത്രഹീന മന്ദിരത്തിങ്കൽ ഭാര്യദാനുമായി
വാഴുന്ന നാൾ. ഭാര്യയും മരിച്ചുപോയി, പുത്രരുമില്ലാതെയായി, കാര്യമെന്തിനി ഞാനിങ്ങിരുന്നാൽ ഫലമില്ല എന്നു ചിന്തിച്ചു. പിന്നെ ദുഃഖിതനായിട്ടവൻ സന്നദ്ധേണ വധിച്ചിടിനാൻ കബോധവും. ഈ വണ്ണം കുടുംബത്തെ രക്ഷിച്ചു പോഷിപ്പാനായി ചാബല്യം കലർന്നേറ്റം ബദ്ധനായി കൃപണനായി ശാന്തി കൂടാതെ ദൈവരനായിരിപ്പവൻ ബന്ധന ഗൃഹത്തിങ്കൽ പക്ഷി പോലലഞ്ഞിടും. ഇങ്ങനെ ഇരിപ്പവൻ ആരുടെ മുക്തിദ്വാരമങ്ങറിയാതെ കീഴ്പോട്ടേക്കിഹ പതിക്കുന്നു. മംഗലാത്മാക്കളായി മേവീടും മുക്തന്മാരാൽ ഇങ്ങനെ തന്നെ ചൊല്ലപ്പെടുന്നു. നൃപോത്തമ എന്നതുകൊണ്ടെനിക്ക് ഗുരുവായ കബോധവും. മന്നവ ദേഹികൾക്ക് നരക സ്വർഗങ്ങളിൽ ഇന്ദ്രിയ സംബന്ധേന സുഖദുഃഖങ്ങൾ രണ്ടും വന്നുകൂടിയിടുന്നൊരു ഹേതുവായിരിക്കുന്നു. സുഖദുഃഖങ്ങൾ രണ്ടും ഇച്ഛിക്കുന്നീലബുധൻ സകലമനിത്യമായി ഇരിക്കൊണ്ടു തന്നെ മഹത്തായിരിക്കുന്ന സർപ്പത്തെ പോലെ അവൻ ഇഹത്തിൽ എതിർച്ചയാവന്നത് ഗ്രഹിച്ചിടും. ഭൂരിയായിട്ടും സ്വല്പമായിട്ടും ലഭിച്ചാലും പോരാ എന്നതുമില്ല, മതി എന്നതുമില്ല. ലഭ്യഭോജനത്തെയും ഭുജിച്ചു സദാകാലം പുഷ്ടിയോടജകര സർപ്പങ്ങൾ പോലെ തന്നെ സുഖ ദുഃഖങ്ങൾ രണ്ടിലേതു വന്നണഞ്ഞാലും സുഖമേ അനുഭവിച്ചെല്ലാം, സുഖമേ അനുഭവിച്ചെല്ലാം നശ്വരമെന്നും നിശ്ചല ഹൃദയനായിടുന്ന മഹായോഗി സച്ചിധ്യാനമാനസൻ വസിക്കുമെല്ലാ നാളും. ഇങ്ങനെ മുനിവൃത്തി ആകാശ ജല ഇങ്ങനെ മുനിവൃത്തി ആകയാൽ അജകരമെന്ന പന്നകവും എന്നാചാരെന്നറിഞ്ഞാലും അധികം തേജോബലമുള്ള ദേഹത്തെ ഭരിച്ച് അതിസുപ്തനെ പോലെ ഇന്ദ്രിയവിഹീനനായി പ്രസന്ന ഗംഭീരനായ ആനന്ദപാരനായി പ്രസന്ന ജ്ഞാനബോധായി ദുർവൃത്തിഹീനനായി അശോഭ്യനായി ചലിച്ചിടാതെ സിന്ധു പോലെ അക്ഷയ ബുദ്ധി വിസ്താരിതനായി അകാമനായി ശ്രീനാരായണ ധ്യാന തൽപരനായിട്ട് ഏറ്റവും ജ്ഞാനിയാം മഹാമുനി സർവകർമ്മങ്ങൾ ചെയ്തു സർവബാഹേന്ദ്രിയേഷു ദന്തിക്കാതേറാതഹോ സർവകാലവും ശോഷിച്ചിടാതൊരബ്ദി പോലെ ഇരിക്കും ആത്മാനന്ദയോഗിയാം മഹാപുമാൻ ധരിക്ക ഗുരു നമുക്കതിനാൽ അബ്ദി നൂനം. ഇന്ദ്രിയ നിഗ്രഹമില്ലാതെ കണ്ട ജ്ഞാനികൾ ചന്ദ്രബിംബാനനാഭ ഹിരണ്യാംബരധരാ മായാരൂപിണി ബാലയുവതി മണിതന്റെ കായശോഭിതഭാവ വൈഭവങ്ങളെ കണ്ട് മോഹിതന്മാരായിടും. അഗ്നിയിൽ ശലഭങ്ങൾ ആഹാരം നിലച്ചുപോയി പതിക്കും അതുപോലെ മായാസംഭൂതമായി ദ്രവ്യമാം അന്ധകാരം മായാസംഭൂതമായ ദിവ്യമാം അന്ധകാരമായിരിക്കുന്ന തമോ ഗുണത്തിൽ ചാടിമൂടൻ സത്വരം ഭോഗത്തിനായി തമസ്സി പതിക്കുന്നു. ശലഭം അതിനാലേ ഗുരുവാമല്ലോ മമ ചലിതനല്ലാതുള്ള യോഗിയാം മഹാപുമാൻ കുറഞ്ഞ ഭോജനത്തെ ഗ്രഹിക്കും. ദേഹമുള്ളവരേക്കും ഗൃഹവാസി ജനഹിംസകളില്ല. എന്തുപോലെ നാളത് മധുമക്ഷി പോലെ ബോധത്തിനൊരു ഗുരു മധുമക്ഷികയല്ലോ. അണുവായി വല്ലായിട്ടിരിക്കും ശാസ്ത്രങ്ങളെ മനസ്സാഗ്രഹീതനായി കുശലനായ നരൻ സർവത്തിങ്കലുമുള്ള രസത്തെ ഗ്രഹിച്ചിടും. സർവ പുഷ്പത്തിൻ മധുണ്ണും ഷൽപദം പോൽ സർവശാസ്ത്രവും ഗ്രഹിച്ചിടുന്നതെന്തിനെന്നാൽ നിർവാണ പദരസ പരമാനന്ദാർത്ഥത്തെ ഗ്രഹിപ്പാനായിട്ടല്ലോ. വിദ്വാനാം മാപുമാൻ ഗ്രഹിച്ച് സർവജ്ഞനായി സായുജ്യം പ്രാപിക്കുന്നു. അതിനാൽ മധുവനും ദേശികൻ എനിക്കെന്ന മതിമാനായ ഭിക്ഷു പാണി മാത്രോദരൻ
ശുദ്ധനായി ശുദ്ധിനാശാർത്ഥം ഭക്ഷിച്ചിടുന്നു മഹായോഗി. ശുദ്ധ തീർന്നീടിൽ ഈച്ച പോലെ ഭക്ഷിക്കയില്ല, ഭക്ഷിക്കുന്നത് കൊണ്ട് തക്ഷണം നശിച്ചുപോകും. ഭിക്ഷുനാരിയെ സ്പർശിക്കരുത് പാദം കൊണ്ടും. ആർക്കനീ ജഗത്തെല്ലാം സ്പർശിച്ചെങ്കിരുന്നാലും ആർക്കനത്തൊടും നീലലോകങ്ങൾ എന്ന പോലെ യോഗി നാരിയെ സ്പർശിച്ചിടുകിലാന പോലെ ശോകിയായി ബന്ധിക്കുന്നു മാനസം അറിഞ്ഞാലും. ബുദ്ധിമാൻ സ്ത്രീയെ സ്പർശിച്ചിടുമാന പോലെ ബദ്ധനായി മൃത്യു ഭവിച്ചിടുന്നിതന്നു നൂനം. ഏറ്റവും ബലത്തോടുകൂടിയ മഹാഗജക്കുറ്റന്മാരോടുകൂടിയിരിക്കും ഗജശ്രേഷ്ഠൻ. വനത്തിൽ ഒരു ദിക്കിൽ കൂട്ടത്തെ വേറിട്ടവോ കനത്ത മതത്തോട് ഭക്ഷണം ചെയ്യും നേരം അന്യമാടങ്ക കൂട്ടം ചെന്നതിൽ അതിക്രമിച്ചന്നത് ഭക്ഷിക്കയാൽ മത്തമാടങ്കവരൻ ദുഃഖപ്പെട്ടിടുമ്പോൾ ദുഃഖിക്കും ഒരു പുമാൻ. ദുഃഖിച്ചുണ്ടായ വിത്തതാരപുത്രാദികളെ വഴിയെ അനുഭവിച്ചിടുകയില്ല അന്യന്മാർ. പഴികൊണ്ട് ഉപദ്രം ചെയ്യാൽ ദുഃഖം ഫലം. മതങ്കമതിനാലമ സദ്ഗുരുവല്ലോ ഗീതവാദ്യാദി ഗ്രാമ്യ സ്ത്രീകൾ തൻ നൃത്തങ്ങളും കേൾക്കയും ദർശിക്കയും ഓർക്കയും അരുതാൻ. ചൊൽക്കൊണ്ടൊരു ഋഷ്യ ശൃംഗമാമുനിയെപ്പോലെയും മാനിനെപ്പോലെയും കേൾ. ശബ്ദാദി വിഷയത്തിൽ മാനസബദ്ധരായി സർവരും നശിക്കുന്നു. അതിനാൽ ഒരു ഗുരു മൃഗമെന്നറിഞ്ഞാലും അതുനാ ജിഹോവസ്തരസമോഹിതന്മാരായി മർദ്ദന്മാർ രസേച്ഛയാ വെളിച്ചം ഗ്രസിച്ചൊരു മത്സ്യങ്ങൾ പോലെ മരണത്തെയും പ്രാപിക്കുന്നു. മത്സ്യമിഞ്ഞതിനാലേ മദ്ഗുരുപരനല്ലോ. മർദ്ദന്മാർ ചിലർ നിരാഹാരന്മാരായിട്ട് രസത്തെ വർജിച്ചുടൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച് അസംഖ്യം നീരസവും രസത്തിൽ വർദ്ധിക്കുന്നു. പുരുഷൻ എത്ര കാലം രസത്തെ ജയിക്കാതെ ഇരിക്കിൽ അത്ര കാലം ജയിക്കിൽ ഇന്ദ്രിയാണി. രസത്തെ എത്ര കാലം ജീതരാകുന്നതെന്നാൽ അസത്താം ഇന്ദ്രിയാണി ജയിക്കാം അത്ര കാലം. അതിനിന്നൊരു കഥനം ചെയ്തിടുവൻ. മിഥിലാപുരത്തിങ്കൽ പിങ്കല എന്നു പേരായി തരുണീമണിയായ വേശ്യയുണ്ടായി വന്നു. തരുണകാലത്ത് അവളിരുന്ന വൃത്താന്തങ്ങൾ പരിധിൽ കുറഞ്ഞെന്നു പറവൻ കേട്ടുകൊള്ളുക. സരസീരുഹാക്ഷിയാലേ ഞാൻ ശിക്ഷിക്കപ്പെട്ട അതും ഏകനെ നാളൊരിക്കൽ വേശ്യാമണി അതിമോഹനവേഷം കൈക്കൊണ്ടു കാമുകിയായി നിർധനന്മാരെ ത്യജിച്ച് അർത്ഥവാന്മാരെ പൊതിച്ചർത്തരാത്രിയിൽ അവൾ സങ്കേതേ വസിക്കുമ്പോൾ ചെന്നിത് ഞാനുമത്ര സങ്കേത സ്ഥലത്തിങ്കൽ. അന്നവൾ ബഹിർദ്വാരെ വസിക്കുന്നത് കണ്ട് പല വിത്തവാന്മാരെ വരുത്തി അവരെയും പല ലീലയാ കാമതന്ത്രത്താൽ വശമാക്കി അർത്ഥസമ്പാദ്യം ചെയ്തു വസിക്കുന്നപ്പോൾ ഒരു വിത്തവാൻ മഹാഷടൻ വന്നിത് അർദ്ധരാത്രോ അവനവരിച്ചവൾ സങ്കേതേ ഭുജിപ്പാനായി യുവതീമണി ദാസിമാരുമായി തുടങ്ങുമ്പോൾ കോപിയായി ഷടനായി ദിവ്യസ്ഥനായുള്ളൊരു ഭാവിതാൻ വേശ്യരെല്ലാം ഏറ്റവും വൃദ്ധനായി പുറപ്പെട്ടതു നേരം തെരിക്കുന്നവൾ ചെന്നു കരത്തപ്പിടിപെട്ട് പെരുത്ത മോഹത്തിനാൽ അധികം ദ്രവ്യം തരുന്നവൻ ഇന്നുപേക്ഷിച്ചിട്ട് അതിനാ പോകുന്നിങ്ങനെ ദുരാശയാ നിദ്ര കൂടാതെ അവൾ അവനെ ആശ്രയിച്ചിട്ട് അർദ്ധരാത്രിയിൽ പുറപ്പെട്ടത് പാരവശ്യാൽ അകത്തുപോകുടൻ പുറത്തു വരുമപ്പോൾ അകക്കാമ്പിങ്കൽ അർത്ഥമോഹപാശത്താൽ അവൾ കോപിയാം ദ്രവ്യസ്ഥനും പോയത് നേരം അതിവേഗത പൂണ്ടു നിന്നു ചിന്തിച്ചു വേശ്യാനാരി ശുഷ്കവത്രയായി പല വചനം ചൊല്ലിയിടിനാൾ. ദുഷ്കൃതമഹോ കഷ്ടമെന്നിട മോഹം കാണുക. അജ്ഞാനിയായിട്ട് ഞാൻ കാമഭാഷേനുമെത്വ സുജ്ഞാന സ്വരൂപനായി നഷ്ടചിത്താനന്ദനായി ഹൃദിസ്ഥനായ രതിപ്രദനെ ത്യജിച്ചു ഞാൻ. മതത്താൽ ശോകമോഹപ്രദമായിരിക്കുന്നത് മോഹത്തെ ഈശിച്ചാതിനെ ത്യജിക്കുന്നത് അച്യുതപാദഭക്തി ഇല്ലായ്മക തന്നെ നൂനം. അതുമല്ലിയ കഷ്ടമാത്മാവ് പരിതപിച്ച് അതികാമാത്താശയാ മോഹിതരായിട്ടു കാണും. വെറുതെ പരിഭ്രമിച്ചുഴലുന്നതും ഇപ്പോൾ പെരുത്ത ദുഃഖത്തിനായി സങ്കേതവൃത്തി കൊണ്ടും ലക്ഷ്യമായിരിക്കുന്ന വിത്തത്തെ സമ്പാദിച്ച് വിശ്വസി
നശിച്ചിരിക്കുന്ന സുഖവും നഷ്ടം കഷ്ടം അസ്ഥിമാംസാദിയാല നിർമ്മിതമായ ദേഹം എത്രയും ദുർഗന്ധമായി നഖരോമങ്ങളോടും നവദ്വാരേണ മലമൂത്രപാത്രമായൊരു വപുസ്സും നിത്യമല്ലാത്ത അതിനാലിഹ ഞാനും മൂഢതിയായിട്ടപ്പോൾ ജനകരാജ്യത്തിങ്കലാടൽ പൂണ്ടുഴലുന്നുമായ വൈഭവത്തിനാൽ നിദ്രയിൽ സ്വപ്നം പോലെ ഇരിക്കും ദേഹാദികൾക്ക് എത്രയും കർത്താവായോര് ആത്മാവ് തന്നെ നിത്യം സകല ഭർത്താവായി തിരിക്കുന്നതിനാല് സകല ആത്മാവിനാൽ ഭ്രമിക്കുന്നിതു ഞാനും അതിനാൽ എന്റെ ഭർത്താവായതും പരമാത്മാ മതിയില്ലായ്മ കൊണ്ടങ്ങുഴന്നേൻ ഇത്രകാലം ആകയാൽ സർവനാരീ പുരുഷന്മാരെ രക്ഷിച്ച അഖിലേശ്വരനായ വിഷ്ണു മൽവർത്താനൂനം ഭഗവാൻ എന്നിൽ പ്രീതനായി വന്നിതിന് ഞാനും വിഗതൈഷണയായി ദുർസൽക്കർമ്മം ചെയ്തിടുകിൽ ദുഷ്കർമ്മവശയായി മന്ദഭാഗയായി അതിദുഷ്കൃതയായോരെന്റെ ദുഷ്കർമ്മം നശിച്ചിടും യാതൊന്നുകൊണ്ടുള്ളൊരു ചിന്തയും നശിച്ചിടും യാതനാദികളായ നരകങ്ങളും തീരും ഇങ്ങനെ ചിന്തിച്ച് അതിഭക്തിയായവൾ പിന്നെ മംഗലയായി വന്നിരു വിങ്കലയത് കാലം പിന്നെയും വിവേകത്താൽ ഓരോന്ന് ചിന്തിച്ചിത് മന്നവ വഴി പോലെ കേട്ടുകൊള്ളുക ഭവാൻ ഗൃഹസ്ഥന്മാരായവർ ദുർമാർഗ ആശയെ ത്യജിച്ച് അഹങ്കാരത്തെ വിട്ടങ്ങ് ഈശ്വരാനുഗ്രഹത്താൽ വരുന്ന ഭോജ്യങ്ങളെ പൂജിച്ച് വരാത്തതിൽ ഒരു നേരവും ചിന്ത കൂടാതെ വസിക്കണം എങ്കിൽ ഈശ്വരൻ തന്റെ ദൃഷ്ടി ഉണ്ടാകുമപ്പോൾ പങ്കങ്ങൾ അകന്നീടും ഈശ്വര പ്രസാദത്താൽ പിന്നെയും ഈശ്വരനെ ശരണം പ്രാപിക്കണമെന്ന് വേദോക്തം അതുപോലെ ഞാനിനി നിത്യം സന്തുഷ്ടയായി യഥാലാഭേന ജീവിക്കുന്നേൻ ചിന്തയില്ലാതെ മുനി വാഴുന്ന പോലെ തന്നെ ആത്മാനമാത്മാവിനാൽ കണ്ടു ഞാൻ ഗമിക്കുന്നു ആത്മാവെ അറിയാതെ സംസാരവൂവേ നിത്യം പതിതമായി വിഷേന്ദ്രിയ വ്യാപാരേണ സന്തതം കാലാഹിയാൽ ഗ്രസ്തമായിരിക്കുന്ന ജീവനെ ഈശ്വരനല്ലാതെ കണ്ടൊരുവർക്കും ആവതുമില്ല രക്ഷിച്ചിടുവാനിഹ ലോകേ പരമാത്മാവാകുന്നോരീശ്വരൻ തന്നെ വേണം പരമാത്മാവെ രക്ഷിച്ചിടുവാൻ മറ്റില്ലാരും ജീവാത്മാ പരമാത്മാ രണ്ടുമൊന്നെന്ന് കണ്ട് ഭാവാനുഭാവസ്വാത്മാ രണ്ടുമൊന്നെന്നു നൂനം അഖിലങ്ങളെ അറിഞ്ഞിടുന്നോരറിവാത്മാ നിഖില പദാർത്ഥങ്ങളാത്മാനമറിവില ഈ അറിവിനെയും കാലാഹിയാൽ ഗ്രസ്തമായ ഈ ജഗത്തെയും അറിഞ്ഞിടുന്നതാത്മജ്ഞാനം അപ്രമത്തനായവൻ നിരഹങ്കാരനായി വിഭ്രമഹീനം പരമാത്മാത്മ ജ്ഞാനയോഗി ഇങ്ങനെ പലതരം ചിന്തിച്ചു പറഞ്ഞത് മിങ്കലയായ വേശ്യാനാരിയും നൃപോത്തമ ഇത്തരം പ്രവൃത്തയായി കാന്തദർശജയായ ചിത്ത ദുർവിഷയ ആശാവൃത്തിയെ ഛേദിച്ചവൾ അധികം ശമവൃത്യ കിടക്കും മണിയര അതിലങ്ങകം പൊക്കുമെല്ലവേ ശയിപ്പാനായി ദുർവിഷയാശയല്ലോ പരമദുഃഖപ്രദം ദുർവിഷയാശാത്യാഗം നൈരാശ്യം സുഖപ്രദം അതിനാൽ വേശ്യയായ പിംഗലനാമാനാരി മതിയിൽ ദുഃഖപ്രദമായ കാന്താശ വിട്ട് സുഖമാകുന്ന വണ്ണം കിടന്നുറങ്ങിനാൾ അകമേ ഒരു ഗുരു പിംഗലയെന്നോർത്തു ഞാൻ ചിത്തത്തിൽ അത്യാഗ്രഹം മർത്യന്മാർക്ക് അതിദുഃഖം എത്രയും പ്രിയാഗ്രഹം ദോഷമെന്നറിയുന്നതുത്തമൻ വിദ്വാൻ അവൻ ആനന്ദ സുഖം പ്രാപിച്ച് അത്തലക്കവേ തീർന്ന സൗഖ്യമായി വരും ന്യൂനം എങ്ങനെ പ്രിയമോഹം ദോഷമാകുന്നുവെന്നാൽ മംഗളമതേ ഒരു വാനര കഥ കേൾക്ക പണ്ടൊരു വാനരന്റെ കരത്തിൽ മാംസം കണ്ടപ്പോൾ പരുന്താതി പക്ഷികളൊക്കെ കൂടി വാനരകരാൽ മാംസം വാരിയ നേരത്തിങ്കൽ വാനരൻ മാംസകണ്ഡം മുറുക്കി പിടിക്കയാൽ വക്രതുണ്ടങ്ങൾ നഖപങ്ക്തികൾ കൊണ്ടുമേറ്റം വക്രവും കീറി രക്തഭൂഷിതനായ കവി അന്നേരം കരസ്ഥമാം മാംസവും സുമാംസവും ഒന്നിച്ചു ഭക്ഷിക്കണം ഭക്ഷിച്ചങ്ങൊക്കെ പോയാർ
പിന്നെയും ഇതുപോലെ മുന്നമങ്ങൊരു പക്ഷി തന്നിടകരെ മാംസം കണ്ടു പക്ഷികളെല്ലാം ചെന്നിടൻ മാംസം വലിച്ചിഴച്ചു കടിച്ചവർ കൊന്നിത് കുരരത്തെ മറ്റുള്ള പക്ഷികളും എന്നതുപോലെ വിഷയാശയോടെ ഏറ്റം കൂടിയിട്ടെന്നുമേ വിഷയത്തെ ത്യജിച്ചിടാതെ പുമാൻ തന്നിടെ പ്രാണനാശാദ്യാനർത്ഥ ദുഃഖാദികൾ വന്നാനുഭൂതമാകുമില്ല സംശയമേതും എന്നതുകൊണ്ട് മാംസമയമായിരിക്കുന്ന തന്നുടെ ദേഹപുത്രകളത്രാദികളാലും മോഹം വർദ്ധിച്ചിടുന്ന ജനങ്ങൾക്കൊരു നാളും ശോകനാശവും വരാ മോഷവും വരാനൂനം സകലം ഈശ്വരൻ കലർപ്പിച്ചു വരുന്നൊരു സുഖത്തെ പ്രാപിക്കണമല്ലെങ്കിൽ സുഖം വരാ. അതുകൊണ്ട് എനിക്കൊരു ഗുരുവാം കുരരവും മതിയിൽ എനിക്ക് മാനാപമാനങ്ങളില്ല, ഗൃഹപുത്രാദി വർഗ ചിന്തയും ഇല്ല. എനിക്ക് അഹങ്കാരാദി ബുദ്ധി വേറിട്ടു ലോകങ്ങളിൽ ബാലനെ പോലെ ആത്മരഥനായി പരമാത്മലീലാതൽപരനായി ചിന്ത കൂടാതെ നിത്യം പരമാനന്ദാബ്ദിയിൽ മുങ്ങി മത്തനായി ഞാനും പരമമുക്തനായി സഞ്ചരിക്കുന്നു സദാ. മൂഢനായി ജളനായി ബാലനെ പോലെ തന്നെ ഗൂഢമാമത് വിചാരിച്ചു സഞ്ചരിപ്പവൻ മായാ വൈഭവ ത്രിഗുണങ്ങളിൽ നിന്ന് വേർപാടായുള്ള പരമമാം പദത്തെ ഗമിച്ചിടും. ആകയാൽ മമ ബാലൻ മമ ഗുരുവാൾ ചമഞ്ഞത് ശോകഭേദാദിബഹുത്വങ്ങളോരാതെ തന്റെ കേവലൻ താനൊന്നൊന്നു മാത്രമായി തൽ സുഖിയായി മേവുന്നു ബാലൻ ചിത്തമാന്യമൊന്നറിയാതെ ഏകമാം. അതിനാലെ ബാലനും ഗുരുതന്റെ ശോകനാശനകരം ഇനിയും കേട്ടുകൊള്ളുക. നല്ലൊരു കുമാരിക എന്നുള്ള മുഴുവത് തന്റെ നൂൽകളെ കൊണ്ടുകൂടു തീർത്തതിനുള്ളിൽ ഇരുന്നു കൂടും. തനുമൊന്നായി ബന്ധിച്ചുടൻ തിരഞ്ഞു ഭോഗങ്ങളെ നടക്കും കൂടുകൊണ്ടേ എന്നതുപോലെ വ്യവഹാരത്തിനായി കൊണ്ടല്ലോ തന്നിട ബുദ്ധിയ ജീവൻ ധരിച്ചിടുന്നു ദേഹം. കുശവൻ മണ്ണുകൊണ്ട് ചക്രത്താൽ കടാതിയെ കുശല ബുദ്ധിയ തീർക്കുന്നത് പോലെയും പിന്നെ ശങ്കൻ തൻ ദേഹമായോരോട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് കുരിച്ചിടുന്നത് ഭുജിപ്പാനായി നിത്യം ഭുജിച്ചു തൃപ്തനായാൽ ശംഖവും ശങ്കിനകെ ലയിച്ചിടുന്നത് പോലെ ബന്ധിച്ചു നിസ്സംഗനായിരിക്കുന്നിരു ജീവൻ ദേഹത്തിലെന്നും മരിക്കും. തൽകർമ്മഭോഗാന്തേ മറ്റൊന്നിനായി ജനിക്കും. അത് പാർത്താൽ എത്രയും അത്യത്ഭുതം. തനിക്കു ബന്ധമില്ല തന്നുടെ ദേഹത്തിങ്കൽ ആയതുകൊണ്ട് ഗുരുവായത് കുമാരിക ഈ വണ്ണം ഒക്കെ ധരിച്ചിരുന്നു ചെയ്തിടിലും സർവകാലവും തന്റെ മനസ്സങ്ങേകാഗ്രമായി യോജിച്ച് ജിതേന്ദ്രിയനായി ജിതശ്വാസനായി ഓജസ്സോട് അതിവ്യക്തി വൈരാഗ്യാഭ്യാസ യോഗത്തോടും മാനസം മെല്ലെ മെല്ലെ പരമാത്മാവിൽ ചേർത്താൽ മാനസകർമ്മരേണു നശിക്കും. അപ്പോൾ തന്നെ സതികേ രജസ്തമോ ഗുണങ്ങളടങ്ങിയിട്ട് സതികാംശമായുള്ള മാനസം നിർവാണത്തെ പ്രാപിക്കേണ്ടതിന്നിക മനസ്സിനെ തന്നെ വ്യാപിപ്പിച്ച് അപവിദ്ധചിത്തമായ അഖിലവും അന്തർഭാവവും ബഹിർഭാവവും അറിയാതെ അന്തരംഗത്തിൽ ആത്മദർശനമുണ്ടായി വരാ. മാനസമടങ്ങാതെ മായയെ ഒടുങ്ങിയിടാ. മാനസമടങ്ങുമ്പോൾ മായയുമില്ല നൂനം. മായയില്ലാതെ പോയാൽ മായാകൽപ്പിതമില്ല. മായാകൽപ്പിതം പോയാൽ മാനസം നിർവാണമാം. മായാകൽപ്പിതമെല്ലാം കാലവൈഭവമല്ലോ. ആയതുകൊണ്ട് ഗുരുവായത് ശരകൃത്വം ഏകനായി നാരായണനായിരിക്കുന്ന ദേവനാകമേ ലോകാത്മാവായി തന്മായ കൊണ്ട് തന്നെ സൃഷ്ടിച്ചു പാലിച്ചു കൽപ്പാന്തത്തിലിരിക്കയാൽ വിഷ്ണവേശ്വരൻ എന്ന നാമത്തെ ധരിച്ചത് ഒന്നായി നിന്നവൻ താൻ രണ്ടായി ഭവിച്ചുക തോന്നുന്നതേകമെന്നതരുകഥാത്രീപതേ ആയത് തന്നെ കാലാത്മാവായി ഭവിച്ചുടൻ മായാസത്വാദി ഗുണത്രിതേ ശക്തികളിൽ തുല്യമായി കലർന്നഹോ.
പ്രകൃതി പുരുഷനെന്നല്ലോ ചൊല്ലുന്നു പ്രധാനാക്യ പുരുഷനെന്നും സൽപുമാൻ പരാപരനായി പരമാത്മാവായി ശില്പുമാൻ കൈവല്യ സഞ്ചിതനായി നിരീഹനായി കേവലാത്മാനന്ദാനുഭവ സന്തുഷ്ടനായി സർവാത്മാവായി നിരുപാധികേശ്വരനായി സർവത്ര വ്യാപ്തനായിട്ടിരിക്കും ഈശ്വരൻ താൻ കേവലാത്മാനുഭാവം കൊണ്ടാതോ ഗുണവശാൽ സൃഷ്ടിച്ചിടുന്നിതതുകൊണ്ട് സൃഷ്ടാവായത് വിഷ്ടവത്തിങ്കൽ ആദിപുരുഷനെന്നും ചൊല്ലും സൂത്രരൂപകമായ വിശ്വത്തെ പ്രോതമാക്കി സാത്വികാദികളായ ഗുണങ്ങൾ കൊണ്ട് നിത്യം സമ്യക്കാം വണ്ണം രമിച്ചിടുന്നു കാലാത്മാവും തന്മായ കൊണ്ട് വിശ്വം തങ്കലങ്ങടക്കുന്നു നിർമ്മലമായ ശരത്താദിയും കാലഭേദം ഒന്നിലൊന്നുത്ഭവിച്ച് ലയിച്ചു വരും പോലെ ഒന്നായ കാലം പല കാലമായി തോന്നും പോലെ പിന്നെയും ഊർണനാഭിയായിടുന്നൊരു ജന്തു തന്നുള്ളിൽ നിന്നു പുറപ്പെടുന്നതെന്തുകൊണ്ട് വലകൾ കെട്ടി അതിലിരുന്നു വരും ഭോജ്യം പലതും അനുഭവിച്ചിരുന്നു രമിച്ചുടൻ വലകളായ തന്തുതങ്ങൾ താൻ ലയിപ്പിച്ച് വലയാം നൂലും ഊർണനാഭി തന്നെ ഒന്നായി ഏകാത്മാവായ കാലരൂപനാം ഭഗവാനും മായയും ജഗത്തും ഈ കാണുന്നതെല്ലാം ഏകം ആയതുകൊണ്ട് തന്നെ കാലവും ഊർണനാഭിയായ ജന്തുവും മമ ഗുരുവെന്നറിഞ്ഞാലും സന്തതം സ്നേഹവയ ദ്വേഷഹേതുക്കളാല ചിന്ത ഈ ജഗത്തിങ്കൽ എന്തോന്നാകുന്നു ഭാവം ആയതുപോലെ വരും പിന്നെ ജന്മവുമെടോ മായാവൈഭവാൽ അതും എത്രയും ചിത്രം യാതൊരിടത്തു മനോവാസനയാകുന്നിത് ചൈതന്യരൂപം അതുപോലെയായി വരും നൂനം പുഴുവേട്ടാളനെയും സ്മരിച്ച് പേശകൃത്തായി ചുഴലെ പറന്നു കാണുന്നതുപോലെ തന്റെ ആത്മാവും പൂർവരൂപം ത്യജിച്ച് മനോരൂപസാമ്യമായുള്ള രൂപം കൈക്കൊള്ളുന്നിത് നൂനം പരമാത്മാവാം ആജന്തങ്കൽ ഭൂതാദികളെ പരിചിതജ്ഞാനേന സ്മരിക്ക നിമിത്തമായി പ്രപഞ്ചസ്വരൂപമാക്കിയിടുന്നു പരമാത്മാ പ്രപഞ്ച വിലക്ഷണമാകിയോരാത്മാവിനെ ആത്മനാ തന്നെ ചിന്തിച്ചിടുകിൽ ആത്മപ്രാപ്തി സാത്മനി വരും അപ്പോൾ കൈവല്യാത്മാവായി ആകയാൽ ഒരു ഗുരു വേട്ടാളൻ ജനിക്കുക ആകവേ 24 പേരെയും ചൊന്നേൻ ഇവരാൽ എന്റെ ബുദ്ധി ശിക്ഷിക്കപ്പെട്ടു നൃപ ഈ വണ്ണം എന്റെ ദേഹമായതും ഗുരുവല്ലോ എങ്ങനെ ദേഹം ഗുരുവായതും കേട്ടുകൊള്ളുക സംഖ്യേന വിഷയേഷു ബന്ധിച്ചു ദുഃഖിക്കയാൽ ഭക്തി വൈരാഗ്യാദികൾ കൊണ്ടുടൻ വിവേകത്തിനെത്രയും കാരണമാകുന്നതും ദേഹമല്ലോ എങ്ങനെ വിരക്തനായിടുന്നിതും ചൊല്ലാം ഇഞ്ഞു ജന്തുക്കളെല്ലാം നശിച്ചു കാണുക കൊണ്ടും ഈ കണ്ട പ്രപഞ്ചമതൊക്കെയും നശ്യമെന്നതുൾക്കാമ്പിൽ വിചാരിച്ച വിവരം കേട്ടുകൊള്ളുക മുന്നമുണ്ടായ ബ്രഹ്മാണ്ടാദി ലോകങ്ങളൊന്നും ഇന്ന് കാണാനുമില്ല കാൺമതിൽ ചിലതെല്ലാം നശിച്ചു കാണുക കൊണ്ടും ഇന്നിനി കാണുന്ന ഭൂതം നശിച്ചിടുന്നു ലോകപ്രളയകാലത്തിങ്കൽ ഇങ്ങനെ ഇരിക്കയാലുണ്ടാകുന്നവയൊക്കെ തിങ്ങിനമായാമയം നശിച്ചിടുന്നു നൂനം ഭൂതവും വർത്തമാനം ഭവിഷ്യൽ കാലത്രയം ചേതസി നിത്യമല്ലെന്നറിഞ്ഞു വിവേകത്താൽ സഞ്ചരിക്കുന്നു സദാ സന്യാസവൃത്തിയോടും ചഞ്ചലവിഹീനനായി എന്നതുമറികടോ ഭാര്യ പുത്രാർത്ഥ പശു ഗൃഹഭൃത്യാദികളാൽ ഹര്യനായി സംഖ്യയായി കൊണ്ടതിപ്രീതനായി യാതൊരുമാൻ വർത്തിച്ചിടുന്നിതവനുള്ളിൽ ദൈതമായിടും ബീജമായി വരും അവൻ നൂനം വൃക്ഷധർമ്മത്തെ പോലെ ദേഹധർമ്മവുമെടോ വൃക്ഷം ബീജത്തിൽ അടങ്ങിയിടുന്നതുപോലെ പുത്രമിത്രാദികൾ ദേഹമാം വൃക്ഷത്തിന് വിത്തായതെന്നു അറിഞ്ഞിടുക നരവതേ ആയതെങ്ങനെയെന്നാൽ നാവിന് രസം ആയതെങ്ങനെയെന്നാൽ നാവിന് രസം ആയത് നേരം ഗുഹ്യം വിഷമിച്ചിരിക്കുന്നു കേൾക്കേണമെന്ന് ശ്രോത്രം
ചൊല്ലേണമെന്നു നാക്കും, നോക്കേണമെന്നു നേത്രം, പോകേണമെന്നു പാദം. ത്വക്കിന് സ്പർശമല്ലോ പാണിക്കു തൊടുവാനും, മൂക്കിന് പ്രാണേച്ഛയും ഭക്ഷണം വയറ്റിനും, വിസർജിക്കേണമെന്നു അന്നേരം കുതത്തിനും. ഉച്ഛ്വാസം പ്രാണനപ്പോൾ നിശ്വാസം അപാനനും, മനസ്സു നിശ്ചയിക്കും ബുദ്ധി നിശ്ചയിച്ചിടും, തനിച്ചു ചഞ്ചലിക്കും ചിത്തവും അതുനേരം. ഞാനെന്നോരഭിമാനം നടിക്കും അഹങ്കാരം, ജ്ഞാനമോരോന്നു വേറായി അറിവാനിച്ഛിച്ചിടും. ശ്രോത്രങ്ങൾ നേത്രങ്ങളും ഉദരം നാക്കും മൂക്കും, നേർത്തതുക്കും പ്രാണാപാനന്മാർ കരണങ്ങൾ. മായാവൈഭവ കർമ്മശക്തിയാൽ ബഹിർഭാഗെ ഓരോരോ തരം ശ്രോത്രാദികളും തൃഷ്ണ കൊണ്ടും ഓരോരോ പ്രവൃത്തിയാൽ ജീവനെ ഭ്രമിപ്പിക്കും. അതും എന്തുപോലെന്നാൽ പത്നികളേറ്റമുള്ള പതിയെപ്പോലെ നാനാവിധമായി അലയുന്നു. അതിനാൽ വിദഗ്ധനായി ശാന്തനായി ശമതമസാധനയുതനായി പെരുമാറുന്നു നൂനം. ഈശ്വരൻ തന്റെ ശക്തി കൊണ്ട് അജനായി ഭവിച്ച് ആശ്ചര്യം ബഹുവിധമായുള്ള ലോകങ്ങളെ സൃഷ്ടിച്ചിട്ട് അതിൽ ദേവതരെയും മനുഷ്യന്മാരെ വിഷ്ടവങ്ങളിൽ വെച്ച് രക്ഷിക്കുന്നതും ഈശൻ. ഈ വണ്ണം ലോകദേഹാദികളെ സൃഷ്ടി ചെയ്യും. ആവോളം അതിൽ ബന്ധിപ്പിച്ചുടൻ രമിപ്പിച്ച് ബന്ധത്തെ ദുഃഖമാക്കി കാണിച്ചായതുകൊണ്ട് സന്തതം ഉഷ്ണമാക്കി ചമച്ചു നീതികളാൽ. വൈരാഗ്യം പ്രപഞ്ചത്തിലുണ്ടാക്കി വിവേകവും കാര്യകാരണശാസ്ത്രാദികളാൽ ബോധിപ്പിച്ച് ജീവാത്മപരമാത്മ ജഗതീശ്വര ഭേദം കേവലമൊന്നെന്നുള്ള കൈവല്യപദം ചേർന്ന് കൊള്ളുകെന്ന് ആജ്ഞാപിച്ചു തന്നൊരു മനുഷ്യകം ദുർലഭം. അത് ലഭ്യമായിടും ഭോഗികൾക്ക് മോക്ഷത്തിൽ ഇച്ഛയില്ല, വൈരാഗ്യാദിയുമില്ല, സാക്ഷാൽ ജ്ഞാനവുമില്ലാതായതുമായാവശാൽ മോക്ഷ സാധ്യത്തിനായിട്ടുള്ള ഒരു ദേഹം വൃഥാ ഭരിച്ച് മൃത്യുവശം പ്രാപിക്കും നിതുമൂടൻ. അതിനാൽ മമദേഹം ഗുരുവെന്നറികണി. മതി കൊണ്ട് 24 പേരുടെ വൃത്യാ കണ്ട് കൊണ്ടവരെയും ഈ ജഗദ്ദേഹാദിയും കണ്ടതൊക്കെയും ഗുരുവാത്മാനുസ്വരൂപകം എന്നറിഞ്ഞിട്ടു ഞാനും വൈരാഗ്യാദികളോടും ഒന്നിച്ചും മഹീതലേ മുക്തനായി നടക്കുന്നു. ഏവം ബ്രാഹ്മണനായോരവധൂതന്റെ വാക്യം ഭൂപതി കേട്ട് ഭക്തിയോടുടൻ ചെന്ന, ഹേ ഗുരോ സ്വാമിൻ, നമുക്കറിവില്ലയോ നാദാ ഭോഗത്തിലിച്ഛ വർത്തിച്ചിടുന്നു ദിനം പ്രതി. തുഷ്ടിയോടപ്പോൾ ജീവൻ ഗുണസംയുക്തനായി കർമ്മങ്ങൾ ചെയ്തു കർമ്മഫലങ്ങളെല്ലാത്തെയും ചിന്മയനായ ജീവൻ ഭുജിച്ചിടുന്നു നിത്യം. എത്ര നാൾ ആത്മാ ഗുണസമ്പന്നനായിടുന്നു, എത്ര നാളേക്കും നാനാവിധത്വം ഭവിക്കുന്നു. നാനാത്വം എത്ര കാലം ആത്മാവില്ലെന്നാകിലോ, നൂനമത്ര കാലവും സ്വതന്ത്രത്വവും വരാ. എത്ര നാൾ സ്വതന്ത്രത്വം ഇല്ലാതെ ഇരിക്കുന്നു, ഇതത്ര നാൾ ഈശ്വരൻ കൽവയവും ഉണ്ടായിടും. ഈശ്വരനെ ഉപാസിച്ചു മോഹിച്ചിടുന്നു ജീവൻ. ഈശ്വരനും താനുമൊന്നെന്നുള്ള ബോധം കൂടാതെ കലാത്മാകമലോക പ്രകൃതധർമ്മം ഇത് കലഭേദം കൊണ്ടെന്നെ ബഹുവായി ചൊല്ലിയിടുന്നു. മാധവവാക്യമേവം കേട്ടോരുദ്ധവൻ പിന്നെ മാധവനോട് ചോദിച്ചിടിനാൻ രണ്ടാമതും, ഗുണസംഭൂതങ്ങളാം ദേഹജങ്ങളിൽ ദേഹി ഗുണസംയുക്തനായി ബന്ധിച്ചിടുന്നുവെന്നും ഗുണങ്ങളോട് ബന്ധമില്ലെന്നും ഭവാൻ എന്നോട് അനുമോദത്തോട് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. വിഷയാദികളോടും കൂടിയ ദേഹിക്കുക വിഷയങ്ങളിൽ ബന്ധമില്ലാതെ ഇരിപ്പതും ബന്ധമുണ്ടാകുന്നതും എങ്ങനെ എന്നും എനിക്ക് അന്തരംഗത്തിലേറ്റം സംശയമുണ്ട്. പാർത്താൽ നിത്യമുക്തനെന്നതും നിത്യബദ്ധനെന്നതും സത്യമായി ചിത്തത്തിങ്കൽ അധികം ഭ്രമിക്കുന്നു. ഇത്തരം രണ്ടാമതും ചോദിച്ചോരുദ്ധവനോട് ഉത്തരം ഭഗവാനും അപ്പോഴേ അരുൾ ചെയ്ത്, ബദ്ധനെന്നതും മുക്തനെന്നതും എന്നിൽ ഗുണബന്ധം കൊണ്ടുണ്ടായത് അല്ലാതെ എനിക്കൊന്നുമില്ല. ആകയാൽ ദേഹം കൊണ്ടും കർമ്മത്താലുണ്ടായി ഗുണം
ശോകമോഹാദി സുഖദുഃഖങ്ങൾ മായ മൂലം സ്വപ്നം പോലാത്മാവിങ്കൽ ജാതമായി സംസാരവും സ്വപ്നം വാസ്തവമെങ്കിൽ സംസാരം സത്യം തന്നെ ഉത്തവ മഹാമതേ ദേഹികൾക്കെല്ലാം വിദ്യാത്മാ മായാബോധവെന്തകാരണേ ആദികാലത്തെന്നുട മായ കൊണ്ടുണ്ടാകിയ ബോധരൂപമായി മമാംശകമായിരിക്കുന്ന ജീവാത്മാവിന് ബന്ധമുണ്ടായത് അവിദ്യയാ ജീവനു മോക്ഷം പിന്നെ വിദ്യയാലുണ്ടായത് ബദ്ധമുക്തന്മാരുടെ ലക്ഷണം ചൊല്ലുന്നു ഞാൻ അന്തരംഗത്തിൽ കേട്ടുധരിക്ക മഹാമതേ വിരുദ്ധ ധർമ്മികളായിടിന മൂഢരോടും പെരുത്ത സംസർഗത്താൽ ആത്മാവ് രണ്ടെന്നോർത്ത് ദേഹസ്ഥനല്ലെങ്കിലും ദേഹസ്ഥനെന്നു തോന്നും മോഹത്താൽ സ്വപ്നം സത്യമെന്നോർക്കുന്നത് പോലെ പുത്രമിത്രാർത്ഥ കളത്രാദി വസ്തുക്കളിലും എത്രയും ശക്തരായിടുന്നിതു ദിനം തോറും പ്രവൃത്തിരതന്മാരായിടുന്നു ബദ്ധന്മാരും പ്രവൃത്തിയാദികൾ നിവർത്തിക്കുന്നു മുക്തന്മാരും അവിദ്യോത്ഭവദേഹേ വസിച്ചിടിലും വിദ്വാൻ വിഭക്ത്യാ സ്വപ്നം കാണുന്നത് പോലിരുന്നിടും മോഹത്തെ ത്യജിച്ചിരുന്നിടുക കാരണത്താൽ ദേഹസ്ഥനാകിലും ദേഹസ്ഥനല്ല മുക്തൻ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഗുണങ്ങൾ കൊണ്ടും പിന്നെ ഇന്ദ്രിയാർത്ഥങ്ങളിലും ഗുണങ്ങളിലും അഹങ്കരിച്ചിടാതെ അറിഞ്ഞ് അന്യഭാവത്തെ ത്യജിച്ചിരിക്കും അവിക്രിയനായി സദാസത്തായവൻ ദൈവാധീനമായുള്ളോരീ ശരീരത്തിൽ ഗുണഭാവ കർമ്മണ വർത്തമാനനായിരുന്നാലും ബുധനായ അവനത് കർത്താവാകുന്നു ഞാനെന്ന് അധികം ബന്ധിക്കയില്ലതിനാൽ ബദ്ധനല്ല ഈ വണ്ണം വിരക്തനാശയനാസനാടന പ്രവൃത്തോ നജ്ജനേവി ദർശന സ്പർശനേവി പ്രാണഭോജന ശ്രവണാദികളിലും തഥാ മാനേന ബന്ധിക്കയില്ലൊട്ടുമേ മുക്തൻ നൂനം പ്രകൃതി ഗുണയുധനെങ്കിലും അസംയുക്തൻ ജഗതി യഥാ സവിധാനിലാകാശങ്ങൾ പോൽ ബന്ധമില്ലാതെ ഇരുന്നിടുന്നു മുക്തൻ സദാ ബന്ധിച്ചു തോന്നിയാലും ബന്ധിക്കയില്ലേതുമേ വിശദജ്ഞാനിയായി അസംഗബുദ്ധ്യ ചിഹ്ന സംശയബുദ്ധ്യാബുധൻ സ്വപ്നവൽ നാനാത്വത്തെ നിവർത്തിക്കുന്നു മുക്തൻ ഇന്ദ്രിയ മനോധിയ പ്രവൃത്ത സങ്കല്പങ്ങൾ മോഹിച്ചിട്ടവൻ പിന്നെ ദേഹസ്ഥനെന്നാകലും തദ്ഗുണങ്ങളോട് കൂടാഹന്ത വസിച്ചാലും ജീവൻ മുക്തനായിടും ഒരുവൻ തന്നെ നിന്നിച്ചീടിലും സ്തുതിക്കിലും പെരികെ ക്ലേശ സുഖങ്ങളുമില്ലതിനാല് പൂജിച്ചീടിലുമില്ല സന്തോഷം അവനൊട്ടും പൂജിക്കാൻ ഞാനുമില്ല ദുഃഖവും ഒരു നാളും ഗുണദോഷങ്ങൾ രണ്ടും വർദ്ധിച്ച് സമതൃക്കായി മുനിയാം അവനൊന്നും ചെയ്യുകയുമില്ലെന്നുമേ എന്നല്ല കുറഞ്ഞൊന്ന് ചൊൽകയും ധ്യാനിക്കയും ഒന്നുമേ ചെയ്യുകയില്ല സാധുവായെല്ലാ നാളും ആത്മാരാമനായി പരബ്രഹ്മണി സദാകാലം സാത്മാനം ലയിപ്പിച്ചു സഞ്ചരിക്കുന്നു ബുധൻ ബ്രഹ്മതൽപരശ്രമം കൊണ്ടുള്ള ഫലം കേൾനീ നിർമ്മലമായ തവ ഗോവിന് പുല്ലും നല്ല വൈക്കോലുമിട്ടു രക്ഷിച്ചിടുന്ന ശ്രമഫലം മിക്കതും തരും ക്ഷീരം കൊണ്ടല്ലോ കുടുംബത്തെ നീ പുലർത്തിയിടുന്നത് അതുകൊണ്ടല്ലോ ശുദ്ധമൂർഖം ബ്രഹ്മതൽപരശ്രമാൽ ഇതുപോൽ വിശ്വമെല്ലാം നിർമ്മലമാക്കിയിടുന്നു മുക്തനാം എൻ്റെ ഭക്തൻ ബ്രഹ്മതൽപരനെയും പ്രത്യേകം രക്ഷിപ്പൂ ഞാൻ എന്നതും അറിഞ്ഞാലും ഉദ്ധവാ വഴി പോലെ യവമൊക്കവേ അറിഞ്ഞിടിന മഹാബുധൻ ആവോളം നാനാഭ്രമമാത്മാവിലുണ്ടാകാതെ ധീരനായി എങ്കൽ തന്നെ മാനസമുറപ്പിച്ചു പാരാതെ സർവകർമ്മങ്ങളെയും വഴി പോലെ നിരപേക്ഷകനെങ്കൽ സമർപ്പിക്കുകയും ചെയ്യും പെരികെ ശ്രദ്ധാലുവായി സൽപുമാൻ എൻ്റെ കഥ ശ്രവണ ഗാന സ്മരണാദിഷു കർമ്മ ജന്മാഭിനയത്തിങ്കൽ നയിച്ചിടണം സദാകാലം മദർത്തേ ധർമ്മ കാമാർത്ഥങ്ങളെ ആചരിച്ച് വിദഗ്ധൻ നിശ്ചലയാം മൽഭക്തി പ്രാപിക്കുന്നു മതിമാൻ സത്സംഗേന ലഭിച്ച ഭക്തി കൊണ്ട് സതതം ഏതെയും ഉപാസിക്കുന്നിതതു നേരം സതുക്കളാലേ ദർശിക്കപ്പെട്ട മൽപദത്ത
വിദ്രുതം ഭക്തനാലും പ്രാപ്തമാകുന്നു നൂനം. അവിദ്വാനായവന് വിഷയങ്ങളാൽ ബന്ധം ഭവിച്ച് സംസാരവും നിത്യമായി തോന്നുമെന്നും വിദ്യയാൽ ആ വിദ്യയെ നിത്യമല്ലെന്ന് കണ്ട് വിദ്വാനാമവൻ നിത്യമുക്തനായി വാഴുമെന്നും വിദ്യയും ആ വിദ്യയും എന്നുള്ള ഭേദം കൊണ്ട് വിദ്വാൻമാർ ബന്ധമോക്ഷം രണ്ടായി ചൊല്ലുമെന്നും ബന്ധമോക്ഷങ്ങൾ രണ്ടും ചിന്തിച്ചാൽ മായയാൽ എന്നെ അന്തരംഗത്തിൽ അറിഞ്ഞിരിക്കും മഹായോഗി. വിഷയങ്ങളിൽ വർത്തിച്ചീടിലും ബന്ധമില്ലെന്ന് ഈശൽ കോമതിനിവ നിന്നോട് ചൊല്ലിടിനേ.